കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ. ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ. സ്നേഹത്തിന്റെ കവി കുമാരനാശാൻ. വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. ദാർശനിക കവി ജി ശങ്കരൻ. നിളയുടെ കവി എം.ടി. വാസുദേവൻ. ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ത്തിന്റെ കവയിത്രി ബാലാമണി അമ്മ. ആശയഗംഭീരൻ കുമാരനാശാൻ. നിലാവും ആറുകാരി പ്രതിഫലിക്കുന്ന കുട്ടിയിൽ കാണുന്നത് പ്രകൃതിയുടെ വൈരുദ്ധ്യവും അത് നൽകുന്ന സൗന്ദര്യവുമാണ്. മനുഷ്യപ്രകൃതി തുടർച്ചയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു പകുതി പ്രജ്ഞയിൽ നേരും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും ചങ്ങമ്പുഴ ചേരുമ്പോഴാണ് കവിതയും കലയും സുന്ദരമാകുന്നത്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ പരസ്പരം ചേർന്നും പിടിഞ്ഞുമാണ് അവയുടെ നിൽപ്പ്. ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിനു, വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടിനു പ്രസക്തി നഷ്ടമാകും. നിഴൽ നീങ്ങി നിമിഷത്തിൽ നിറനിലാവോടുന്ന നിറമറ്റ ബാല്യകാലം. ചങ്ങമ്പുഴ. പൂക്കളും പൂമ്പാറ്റയും മഴയും കാടും മലയും മനുഷ്യനും ചേർന്ന പ്രകൃതി നമുക്ക് മുന്നിൽ അനന്തമായ സൗന്ദര്യം തോന്നിയിരുന്നു. മർദ്ദരാശിക്കു വായിക്കാൻ പഠിപ്പിനറിവേറുക തുറന്നിരിക്കും ഈ ഗ്രന്ഥം തുല്യമാറ്റതു തെങ്ങയാവെടുക്കുക. വായിച്ചാലും വായിച്ചാലും തീരാത്ത പ്രകൃതി പുസ്തകത്തിലെ താളുകൾ എത്ര മരിച്ചാലും തീരുന്നില്ല. കാട്ടുമുല്ലകൾ പൂക്കുന്ന വനവീതിയിലൂടെ വരുമോ കുങ്കുമം തൊട്ട സന്ധ്യശോഭ കണക്കവൽപ്പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇന്നത്തെ പരിപാടികള് എല്ലാം ഭംഗിയായി ചെയ്ത മക്കൾക്ക് അഭിനന്ദനങ്ങൾ. എന്നുവെച്ചാൽ കുറഞ്ഞൊരു സമയത്തിനുള്ളിലാണ് ഇത് തയ്യാറാക്കിയത്. അവരത് അവരുടെ നന്നായി തന്നെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനം.